ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ ചെമ്മീൻ കറിയുടെ റെസിപ്പി നോക്കാം. നല്ല ചക്കക്കുരു, മാങ്ങയും മുരിങ്ങക്കായും എല്ലാം ചേർത്തുണ്ടാക്കിയ ഒരു നാടൻ കറിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ കുറുകിയ ചാറോട് കൂടി കഴിക്കുന്ന സമയത്തുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. വേറെ കറികളൊന്നും പ്രത്യേകിച്ച് വേണ്ട. അപ്പോൾ ഈ കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. കറിക്കായിട്ട് ഞാനിവിടെ ഒരു വലിയ മാങ്ങ, അധികം പുളിപ്പില്ലാത്തതാണ്, അപ്പോൾ അത് ഞാൻ തൊലിയെല്ലാം ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുരിങ്ങക്കായ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞതും, ഒരു 4 അല്ലി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആയിരുന്നു, അതുകൊണ്ട് അത് ചെറുതാക്കി കട്ടാക്കിയിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ച് ഇഞ്ചിയും, പിന്നെ 2 പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ഇട്ട ശേഷം ഇതിലേക്ക് ഞാനിവിടെ ചക്കക്കുരു ഒരു 1/4 ഭാഗം നേരത്തെ തന്നെ വേവിച്ച് വെച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും, ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഈ ചക്കക്കുരു നേരത്തെ ഞാൻ വീഡിയോൻ്റെ എളുപ്പത്തിനായിട്ട് ഞാൻ നേരത്തെ വേവിച്ചു എന്ന് മാത്രം. സാധാരണ ഉണ്ടാക്കുമ്പോൾ ആദ്യം ചക്കക്കുരു വെന്തിട്ട് പകുതി വേവാവുന്ന സമയത്ത് ബാക്കി പച്ചക്കറിയെല്ലാം പൊടികളെല്ലാം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇത് ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം ഏകദേശം ഒരു 1/4 വേവായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 200 ഗ്രാമോളം ചെമ്മീൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ചെമ്മീൻ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നമ്മുടെ കറിക്ക് കറിയുടെ വെള്ളം ഇപ്പോൾ വറ്റിയിട്ടുണ്ട്, അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയം നമുക്ക് തേങ്ങയുടെ അരപ്പ് ശരിയാക്കാം. ഞാനൊരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെമ്മീനിലേക്ക് ഉപ്പും മുളകെല്ലാം നന്നായി പിടിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ അധികം പുളിയുള്ള മാങ്ങയാണെങ്കിൽ 1/2 മുറി മാങ്ങ എടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കറി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് ലൂസായിട്ട് ഉണ്ടാക്കരുത്, കുറുകിയ ചാറോട് കൂടിയ കറിയായിരിക്കും ഇതിന് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ തേങ്ങ അരപ്പ് ചേർത്തിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇരിക്കെ കറി കുറുകി വരും. അപ്പോൾ കുറച്ച് ലൂസായിട്ട് ഉണ്ടാകും, പക്ഷേ ആറിയ ശേഷം കറി ആറുന്ന സമയത്ത് തിക്കാകും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വരണം. ഒരുപാട് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല. തേങ്ങ ഒഴിച്ച ശേഷം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് സ്റ്റവ് ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ആ ചൂട്ടിൽ തന്നെ കറി പാകമായിക്കോളും. ഒന്ന് ഇളക്കി കൊടുക്കണം, ഒരുപാട് തിളയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാം. താളിക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് കടുകും ഒരു 1/4 ടീസ്പൂണോളം വെന്തയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽ മുളക് ഒരു 2 എണ്ണം പൊട്ടിച്ചിടാം. പിന്നെ ചെറിയുള്ളി ഒരു 4-5 ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ചെറുതായിട്ട് മുറിച്ചതും കൂടി, പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു നല്ലൊരു ബ്രൗണിഷ് കളറാവണ വരെ നന്നായിട്ട് ഇതൊന്നും വഴറ്റി കൊടുക്കുക. അപ്പോഴാണ് അതിന് കറിക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് അപ്പോൾ തന്നെ സ്റ്റവ് ഓഫാക്കണം കേട്ടോ. ഇതെന്തിനാ വെച്ചാൽ കറിക്ക് ഒരു ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർക്കുന്നത്. ഇനി നമുക്ക് കറിയിലേക്ക് താളിപ്പ് ഒഴിച്ച് കൊടുക്കാം. താളിപ്പ് ഒഴിച്ചതും നമ്മൾ കറി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം 10-15 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ ഫ്ലേവറൊക്കെ കറിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ കറി വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു 1-2 മണിക്കൂർ മുന്നേ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം മാങ്ങയുടെ പുളിപ്പൊക്കെ ഇറങ്ങി കറിക്ക് നല്ലൊരു സ്വാദായിരിക്കും. അപ്പോൾ ഈ കറി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.